പ്രഖ്യാപനമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫ് മേഖലകളുമായി 3072 സെന്ററുകളിലായി 4,27,020 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. SSLC പ്രൈവറ്റ് വിഭാഗത്തിൽ 74 പേർ പരീക്ഷ എഴുതി. കേരളത്തിലെ 48 സെന്ററുകളിലായി 3057 വിദ്യാർത്ഥികൾ THSLC പരീക്ഷ എഴുതി. കേരള കലാമണ്ഡലത്തിൽ 66 വിദ്യാർത്ഥികൾ AHSLC പരീക്ഷ എഴുതി. 2025 മാർച്ച് 3 മുതൽ മാർച്ച് 26 വരെ പരീക്ഷകൾ നടത്തുകയും ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ 72 ക്യാമ്പുകളിലായി ഏപ്രിൽ മാസം 3 മുതൽ 26 വരെയുള്ള 14 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചു. ആകെ 9,851 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളായത്. തുടർന്ന് പരീക്ഷാഫലം പ്രോസസ്സിംഗ് നടപടികൾ പൂർത്തിയായി ഫലം പ്രഖ്യാപിക്കുകയാണ്. പരീക്ഷ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ പരീക്ഷാ കമ്മീഷണറോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പരീക്ഷാഭവൻ ജീവനക്കാരെയും പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ ഓഫീസർമാർ, പ്രഥമ അധ്യാപകർ, മൂല്യനിർണ്ണയ ക്യാമ്പിൽ നേതൃത്വം നൽകിയ അധ്യാപകർ എന്നിവരെ ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. പരീക്ഷയിലെ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥിനികൾക്കും എന്റെ അനുമോദനങ്ങൾ നേരുകയാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം കഴിഞ്ഞ് വൈകിട്ട് 4 മണി മുതൽ പരീക്ഷാ ഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. ഇക്കൊല്ലം വിദ്യാർത്ഥികളുടെ സൗകര്യം മാനിച്ച് SSLC പരീക്ഷാഫലം ഡിജി ലോക്കറിലും ലഭ്യമായിട്ടുണ്ട്. SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,020. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,24,583. വിജയശതമാനം 99.5. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 99.69. കുറവ് 0.19%. എല്ലാ വിഷയങ്ങൾക്ക് A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 61,449. കഴിഞ്ഞ വർഷത്തെ എണ്ണം 71,831. 10,382 വ്യത്യാസം കാണാം. SSLC പ്രൈവറ്റ് പുതിയ സ്കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 68. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 46. വിജയശതമാനം 67.65. SSLC പ്രൈവറ്റ് പഴയ സ്കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 6. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4. വിജയശതമാനം 66.67. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂർ 99.87%. വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം 98.59%.